അങ്ങനെ നമുക്ക് ഫൈനലി ലോഹയുടെ ടിക്കറ്റ് കിട്ടി കേട്ടോ. ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ടിക്കറ്റ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. 2 ദിവസം മുമ്പേ ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നൈറ്റ് ഷോ 10:30-ക്കുള്ളതാണ് കേട്ടോ കിട്ടി. പറഞ്ഞാൽ ഞാൻ മൂവിയുടെ ട്രെയിലർ ഒന്നും കാണാതെയാണ് കേട്ടോ പോകുന്നത്. ഈ പുറമേ ഉള്ളൊരു വായ്ത്താളത്തിന്റെ ഒരു എക്സ്പെക്ടേഷനിലാണ് സംഭവം പോകുന്നതെങ്കിലും തിയേറ്ററിൽ എത്തിയപ്പോഴാണ് കേട്ടോ അവിടുത്തെ ഒരു ജഗപുക മനസ്സിലായത്. സംഭവം യൂഷ്വലി ഉള്ള ഷോയ്ക്ക് പുറമെ അവർ അഡീഷണൽ ഷോ ഇട്ടേക്കുക. കാര്യം അത്രയ്ക്ക് ആളായിരുന്നേ. നമുക്ക് പാർക്കിങ്ങിന് തന്നെ ഒരുപാട് ടൈം നമ്മൾ മെയിൻ റോഡിൽ വെയിറ്റ് ചെയ്യേണ്ടി തുടങ്ങുമോ എന്നുള്ളൊരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്തായിരുന്നാലും കുറച്ച് ലേറ്റായിട്ട് അവർ മൂവി സ്റ്റാർട്ട് ചെയ്തേ. കാര്യം ഈ കാർ പാർക്കിംഗ് ലിഫ്റ്റിലുള്ള തള്ളും തിരക്കൊക്കെ കഴിഞ്ഞ് ഒരു വിധത്തിൽ സീറ്റ് വന്നിരിക്കുന്നത്. തുടരും മൂവി കഴിഞ്ഞിട്ട് അടുത്തിടെ ഇത്ര ഒരു ക്രൗഡ് തിയേറ്ററിലൊന്നും കണ്ടിട്ടില്ല. പടം തുടങ്ങിയപ്പോഴാണ് കേട്ടോ പിടികിട്ടിയത് ദുൽഖർ സൽമാന്റെ പ്രൊഡക്ഷനിലുള്ള മൂവിയാണെന്നും കല്യാണി പ്രിയദർശൻ കൂടാതെ ടൊവിനോ, സൗബിൻ, അഹാന കൃഷ്ണ അങ്ങനെ തുടങ്ങിയ പല ക്യാരക്ടേഴ്സ് ഇതിൽ വരുന്നുണ്ടെന്നും. അങ്ങനെ മൂവിയൊക്കെ കണ്ട് നമ്മൾ ഇറങ്ങി. ഒരു ഉറക്കമായി. പക്ഷെ പറയാതെ വയ്യ, അടിപൊളി മൂവിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു മൂവി ഇറങ്ങിയെന്ന് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു മിനിമം ഒരു ബോളിവുഡിലെങ്കിലും, ബോളിവുഡ് അല്ല ഹോളിവുഡ് ആ ഒരു സ്റ്റാൻഡേർഡ് വേണമെങ്കിൽ നമുക്ക് പറയാം. ശരിക്കും